നമസ്കാരം. സൗന്ദര്യ സംരക്ഷണത്തിന് കോസ്മെറ്റിക്സ് ഒക്കെ തന്നെ പരീക്ഷിച്ച് മടുത്തവർക്ക് ഒന്ന് പ്രകൃതിയിലേക്ക് തിരിഞ്ഞു നോക്കാം. മറ്റൊന്നുമല്ല, പണ്ട് പുരാതന കാലം മുതൽക്ക് തന്നെ പേര് കേട്ടിട്ടുള്ള വളരെ സുപരിചിതമായിട്ടുള്ള നമ്മുടെ കുമാരി അല്ലെങ്കിൽ കറ്റാർ വാഴ അലോവേരയാണ് ഇന്നത്തെ താരം. ഈ അലോവേര തന്നെ പല രീതിയിൽ നമുക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റും. വിശുദ്ധ ഖുറാനിലൊക്കെ തന്നെ ഇതിനെ കുറിച്ച് വളരെ വ്യക്തമായിട്ട് സൗന്ദര്യ സംരക്ഷണത്തിൽ എങ്ങനെ ഉപയോഗിക്കാം എന്ന് പ്രതിപാദിച്ചിട്ടുണ്ട്. നമുക്കെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. എങ്കിലും ഇത് പല രീതിയിൽ ഉപയോഗപ്പെടുത്താൻ പറ്റും. എന്നാൽ ഇത് ശരിയായ രീതിയിലല്ല ഉപയോഗിക്കുന്നത് എന്നതിൻ്റെ ചില ദോഷവശങ്ങളുമുണ്ട്. അപ്പം ഞാൻ ഡോക്ടർ സജിത ദിജിൻ നമുക്ക് ഇതിനെക്കുറിച്ചുള്ള വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. അതുപോലെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന, ഇനിയിപ്പം തിരക്കിനിടയിലൊക്കെ തന്നെ അലോവേര ഫ്രഷായിട്ട് ഉപയോഗിക്കാൻ സാധിച്ചില്ലെങ്കിൽ അത് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റുന്ന, ഒത്തിരി നാൾ സ്റ്റോർ ചെയ്തിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മെത്തേഡും കൂടെ പറയുന്നുണ്ട്. ഇങ്ങനെ ഉപയോഗിക്കുന്നത് വഴി നമുക്ക് മുഖത്ത് ചെറിയ ചെറിയ കുരുക്കൾ വരുന്നവർ, പിമ്പിൾസ് വന്ന് പസ് നിറഞ്ഞ കുരുക്കളായാലും അങ്ങനെ വന്നിട്ടോ മുഖത്ത് പാടുകൾ അതുപോലെ മുഖക്കുഴികളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റാനും കൂടെ പറ്റുന്ന ഒരു രീതിയാണ് കേട്ടോ. അപ്പോൾ ആദ്യം നമുക്ക് അതെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത് എന്നുള്ളതൊന്ന് കണ്ടു നോക്കാം. ഇന്ന് നമ്മുടെ താരം അലോവേരയാണ്. അലോവേരയുടെ ഫ്രഷ് പൾപ്പാണ് എടുത്തിട്ടുള്ളത്. എല്ലാ തവണയും നമ്മൾ അലോവേര ഉപയോഗിക്കുമ്പോൾ സാധാരണ അലോവേര ജെല്ല് കടയിൽ നിന്ന് വാങ്ങുന്ന ഉപയോഗിച്ചാണ് ക്രീമൊക്കെ തയ്യാറാക്കാറുള്ളത്. ഇന്ന് വളരെ ഈസി ആയിട്ട് നമ്മൾ തിരക്ക് പിടിച്ച ലൈഫിനിടയിൽ അലോവേര ഉപയോഗപ്പെടുത്താൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഈ ഒരു ടിപ്പ് ഉപയോഗിച്ച് നോക്കൂ കേട്ടോ. ഒത്തിരി നാൾ നമുക്ക് ഫ്രീസറിൽ സൂക്ഷിച്ച് വെക്കാൻ പറ്റുന്ന രീതിയിലാണ് തയ്യാറാക്കുന്നത്. ഇതുപോലെ രണ്ട് സൈഡിലും ആ മുള്ള് വടിച്ചെടുത്ത് ഇതിൻ്റെ പൾപ്പ് മാത്രമാണ് എടുത്തിട്ടുള്ളത്. അറിയാലോ, ഇത് മുറിച്ചെടുത്ത് കഴിഞ്ഞാൽ തന്നെ അതിൽ നിന്നൊരു യെല്ലോ കളറിലുള്ള ലാക്ടെക്സ് വരും. അത് സ്കിന്നിന് അലർജി ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ അത് എപ്പോഴും മുറിച്ചെടുത്തതിന് ശേഷം ഒരു കപ്പ് വെള്ളത്തിൽ ഒന്നിങ്ങനെ മുക്കി വെച്ച് ഒരു 15-20 മിനിറ്റ് മുക്കി വെച്ചിട്ട് പിന്നീട് നന്നായി വാഷ് ചെയ്തിട്ട് വേണം എടുക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ നെക്സ്റ്റ് എന്ന് പറയുന്നത് എടുത്തിട്ടുള്ളത് ഉരുളക്കിഴങ്ങാണ്. ഉരുളക്കിഴങ്ങ് തൊലി കളഞ്ഞ് ഇതുപോലെ ക്യൂബായിട്ട് അരച്ചെടുത്ത് അത് അരിച്ചെടുത്തിട്ട് അതിൻ്റെ സ്റ്റാർച്ച് അടിയിൽ ഒരു 15-20 മിനിറ്റ് അതും തന്നെ നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ച് കഴിഞ്ഞാൽ അടിവശത്ത് ഇങ്ങനെ സ്റ്റാർച്ച് ഊറിക്കിടക്കുന്നുണ്ടാവും. അപ്പോൾ ഈ വെള്ളം നമ്മൾ മാറ്റിക്കളഞ്ഞാൽ അടിവശത്ത് അടിഞ്ഞിട്ടുള്ള ആ ഒരു സ്റ്റാർച്ചാണ് ആവശ്യമുള്ളത്. അപ്പോൾ ഇത് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച് നമ്മുടെ അലോവേര ജെല്ലിലേക്ക് മിക്സ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഉരുളക്കിഴങ്ങിലായാലും തന്നെ വൈറ്റമിൻ സിയും സിങ്കും ഒക്കെ തന്നെ നന്നായിട്ടുള്ളത് കൊണ്ട് സ്കിന്ന് നല്ല യൂത്ത്ഫുൾ ആൻഡ് റേഡിയൻ്റ് ആക്കി ഗ്ലോ ആയിട്ട് വെക്കാൻ പറ്റുന്നതാണ്. പിന്നെ കൊളാജൻ പ്രൊഡക്ഷന് ഹെൽപ്പ് ചെയ്യും എന്നുള്ളത് പറയേണ്ടതില്ലല്ലോ. അതുകൊണ്ട് തന്നെ നമുക്ക് സ്കിന്നിൽ ഫൈൻ ലൈൻസും ചുളിവുകളും ഒക്കെ വരുന്നത് പാടേ മാറ്റി മറയ്ക്കാം എന്നല്ല പറയുന്നതെങ്കിലും അത് ഒന്ന് നേരത്തെ വരുന്നതൊക്കെ നമുക്ക് തടയാൻ വേണ്ടി പറ്റും. പിന്നെ ഒരു 50% അതിനെ മാറ്റാനും നമുക്ക് ഈസി ആയിട്ട് പറ്റുന്ന മെത്തേഡുകളാണ് ഇതൊക്കെ തന്നെ കേട്ടോ. അതുപോലെ അലോവേര ആയാലും നമ്മൾ ചേർക്കുന്ന സമയത്ത് ആക്നെ, എക്സിമ, സൺബേൺ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ, ബോയിൽസ് ഇതൊക്കെ ഉള്ളവരാണെങ്കിൽ അതിനെയൊക്കെ മാറ്റാൻ നല്ലതാണ്. പിന്നെ നല്ലൊരു മോയ്സ്ചറൈസറുമാണ്. അപ്പോൾ ഇത് മുഖത്ത് പിമ്പിൾസൊക്കെ വന്ന് നമ്മളത് കുത്തി പൊട്ടിക്കുന്ന സമയത്ത് ചെറിയ ചെറിയ കുഴി പോലെ വരാറില്ലേ? അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്കിത് ഉപയോഗിക്കാം കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഞാനിതുപോലെ രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് പറയാൻ വിട്ടുപോയതാണ്, അല്പം റോസ് വാട്ടർ ചേർത്തിട്ടുണ്ട്. അതും കൂടെ ചേർത്തിട്ട് നമ്മളിത് ഓരോ ട്രേയിലാക്കി വെച്ചിട്ട് നെക്സ്റ്റ് ഡേ കാണുന്ന രൂപം ഇങ്ങനെയാണ്. അപ്പോൾ നമുക്ക് നല്ല ഭംഗിയുള്ള ഐസ് ക്യൂബായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇത് അപ്ലൈ ചെയ്താലും നല്ല റിസൾട്ടാണ്. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കണം, ഇതിൽ ഏതെങ്കിലുമൊക്കെ നിങ്ങൾക്ക് അലർജി ഉണ്ട് എന്നുണ്ടെങ്കിൽ ഒഴിവാക്കണം കേട്ടോ. കാരണം അത് പിന്നെ സ്കിൻ ഇറിറ്റേഷൻ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ഉപയോഗിക്കുമ്പോൾ മറക്കരുതേ, നേരിട്ട് ഡയറക്റ്റായിട്ട് ഐസ് ക്യൂബ് അപ്ലൈ ചെയ്യരുത്. ഒരു കോട്ടൺ തുണിയിലോ അല്ലെങ്കിൽ ടിഷ്യൂലോ മടക്കി ഉപയോഗിക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ വളരെ നല്ല റിസൾട്ടുള്ളൊരു ക്യൂബാണ്. ചക്ഷുക്ഷ്യ വിഷവാദഗ്നി ബല്യാവൃഷ്യ രസായിനി എന്നും ഈ കുമാരിയെക്കുറിച്ച് പറയുന്നുണ്ട്. ഇത് കണ്ണിൻ്റെ കാഴ്ചശക്തി ഇമ്പ്രൂവ് ചെയ്യാനായാലും കണ്ണിന് ചുറ്റുമുള്ള കറുപ്പ് കളർ ഉണ്ടല്ലോ അതൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് വളരെ രസായന ആക്ഷൻ ഉള്ളത്, നമ്മുടെ ആ ഒരു ആൻറ്റി ഏജിങ് എഫക്റ്റ് തരുന്ന ഒന്നുകൂടെയാണ്. മുഖത്ത് പെട്ടെന്ന് ചുളിവുകൾ വരുന്നതോ അല്ലെങ്കിൽ വളരെയധികം മുഖത്തിൻ്റെ ആ ഒരു കരിവാളിപ്പ് അനുഭവപ്പെടുന്നവരോ
ചില കുത്തുകളും പാടുകളും ഒക്കെ വന്നിട്ടുള്ള ഏജ് സ്പോട്സ് ഒക്കെ വരുന്നുണ്ടെങ്കിൽ അതിനൊക്കെ കുറയ്ക്കാനും കൂടെ വളരെ നല്ലതാണ്. അങ്ങനെ കാന്തി കൂട്ടാൻ വളരെ ബെസ്റ്റ് ആയിട്ടുള്ള ഒന്നാണ് ഈ ഒരു കറ്റാർ വാഴ എന്നുള്ളത്. അപ്പോൾ അത് ഏറ്റവും നല്ലൊരു രൂപം എന്ന് പറയുന്നത് ഫ്രഷ് ആയിട്ട് ഉപയോഗിക്കുന്നതാണ്. ഇനിയിപ്പോൾ ഐസ് ഉപയോഗിക്കുമ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ഒരു തുണിയിൽ പൊതിഞ്ഞിട്ട് ഉപയോഗിക്കുക. നമ്മൾ എപ്പോഴായാലും ഐസ് നേരിട്ട് സ്കിന്നിലേക്ക് പറ്റുന്ന സമയത്ത് നിങ്ങൾക്ക് ചില സ്കിൻ ഇറിറ്റേഷൻസും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. സർക്കുലേഷൻ കൂട്ടും എന്നുള്ളത് കൊണ്ട് തന്നെ ആ ഒരു നേരിയ തണുപ്പേ ചെയ്യാൻ പാടുള്ളൂ, ഇല്ലെങ്കിൽ സൈനസ് ഇഷ്യൂസും ബുദ്ധിമുട്ടുകളൊക്കെ വരാൻ സാധ്യതയുമുണ്ട്. അപ്പം എന്ത് കാര്യമായാലും ഇതിപ്പോൾ ഈ ഒരു അലോവേരയെ കുറിച്ച് നിങ്ങൾക്കറിയാം, ഫേസിലേക്ക് ഉപയോഗിക്കുന്നതിനെ കുറിച്ചും അതുപോലെ തന്നെ മുടിയിഴകൾ ഭംഗിയായിട്ട് നിലനിർത്തുന്നതിനെ കുറിച്ചും ഒക്കെ തന്നെ. പക്ഷേ ഇത് ഉള്ളിലേക്ക് എടുക്കാം എന്നുള്ളതും കൂടെ ഉണ്ട്. അപ്പം ഇത് പണ്ട് കാലത്ത് നമ്മൾ ഒരുപാട് കാര്യങ്ങൾക്ക് ഉപയോഗിച്ചു വന്നിരുന്നു. പക്ഷേ എന്ത് തന്നെയായാലും, ആഹാരമായാലും മരുന്നായാലും എത്ര പ്രകൃതിദത്തമാണെങ്കിലും ശരിയായ അളവിൽ മിതമായിട്ട് ഉപയോഗിക്കുന്നതാണ് നല്ലത്. അമിതമായാൽ ഇതെല്ലാം തന്നെ ഗുണത്തിലേറെ ദോഷമാണ് ചെയ്യുന്നത്. പൾപ്പ് ജ്യൂസ് അടിച്ച് കുടിച്ചാൽ ഒരുപാട് ഗുണങ്ങളുണ്ട്. നല്ലൊരു ലാക്സേറ്റീവ് പ്രോപ്പർട്ടി ഉള്ളതുകൊണ്ട്, അതായത് നമുക്ക് മലബന്ധം പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് മാറ്റാൻ ചിലർക്കെങ്കിലും ഇത് ഉപകാരമായിട്ട് കാണാറുണ്ട്. അതുപോലെ തന്നെയാണ് പൈൽസ് ഇഷ്യൂസ്, ബ്ലീഡിങ് പൈൽസും ബുദ്ധിമുട്ടുകളും വേദനയൊക്കെ ഉള്ളവർക്കാണെങ്കിൽ നല്ലൊരു ഓപ്ഷനാണ് ഇത്. എപ്പോഴും പറയുന്നത് ഉള്ളിലേക്ക് നിങ്ങൾ എടുക്കുമ്പോൾ ചില സൈഡ് എഫക്ട്സുകൾ ഉണ്ടാവുന്നു എന്നുള്ളതാണ്. പക്ഷേ ഇത് ആഴ്ചയിൽ ഒരു ദിവസമൊക്കെ തന്നെ നിങ്ങൾ കൺസൾട്ട് ചെയ്യുന്ന ഡോക്ടറോട് ഒരു സജഷൻ ചോദിച്ചതിന് ശേഷം നിങ്ങൾക്കത് ആഴ്ചയിൽ ഒരു ദിവസം ഉപയോഗിക്കാമെന്നുണ്ടെങ്കിൽ ഡയബറ്റിക് കണ്ടീഷനിൽ അത് ഷുഗർ ലെവലിനെ കുറയ്ക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ വെയിറ്റ്, അമിതമായിട്ടുള്ള വണ്ണം ഉണ്ടെങ്കിൽ അത് കുറയ്ക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അങ്ങനെ കൊളസ്ട്രോൾ കുറയ്ക്കുക, അങ്ങനെ ഒരുപാട് ഗുണങ്ങളുണ്ട് ഇതിന്. ഇനി നിങ്ങളുടെ ഡൈജസ്റ്റീവ് സിസ്റ്റം തന്നെ ഹെൽത്തിയാക്കി വെക്കാൻ സഹായിക്കുന്നുണ്ട്. പക്ഷേ ഇത് അമിതമായിട്ട് കഴിച്ചിട്ട് തന്നെ ഗ്യാസ്ട്രോ ഇൻറ്റസ്റ്റൈനൽ ട്രാക്റ്റിനൊക്കെ തന്നെ അൾസർ രീതിയിൽ വന്നിട്ടും ഗ്യാസ്ട്രിക് റിഫ്ലക്സുകൾ കൂടിയിട്ടും ഒക്കെ തന്നെ വയറ് ബുദ്ധിമുട്ടിലാവുകയും ഹെപ്പറ്റൈറ്റിസ് പോലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നതും ഒക്കെ തന്നെ റിപ്പോർട്ടുകൾ കണ്ടെത്തിയിട്ടുണ്ട്. അതുപോലെ ഇത് pH ഒരു 4.4 തന്നെ ഇത് നമുക്ക് ഇത്തരം ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് വെറും വയറിൽ കുടിക്കുമ്പോൾ. അപ്പോൾ ഇത് ഉള്ളിലേക്ക് എടുക്കുന്നതിന് ഇതിലുള്ള റെസ്ട്രിക്ഷൻസ് ഉള്ളൂ. ഇനിയിപ്പം ബ്ലീഡിങ് പൈൽസും അല്ലെങ്കിൽ പുറത്തേക്ക് തള്ളിയിട്ടുള്ള ആ ഒരു മാസ് പുറത്തേക്ക് വന്നിട്ടുണ്ട്, ഹെമറോയിഡ് അതായത് പൈൽസ് കണ്ടീഷനിൽ നിന്നുണ്ടെങ്കിൽ അസഹ്യമായിട്ടുള്ള വേദന ഉണ്ടായിരിക്കും പേഷ്യൻസിന്. അപ്പോൾ ആ സമയത്ത് നമുക്കിത് അലോവേര വളരെ ഫ്രഷായിട്ട് നമ്മൾ പറിച്ചെടുത്തിട്ട് അതിൻ്റെ ആ ഒരു കറ, ലാറ്റക്സ് നന്നായിട്ട് കളഞ്ഞു എന്ന് ഉറപ്പ് വരുത്തണം. അത് ഒരു യെല്ലോ കളറിലാണ് അതിൻ്റെ കറ ഉണ്ടാവുക, അത് ചൊറിച്ചിലുണ്ടാക്കും. അപ്പം നന്നായിട്ട് അത് കളഞ്ഞതിന് ശേഷം അതിൻ്റെ പൾപ്പ് മാത്രം എടുത്ത് ആ ഭാഗങ്ങളിൽ ഒന്ന് അല്പസമയം ഒരു 5 മിനിറ്റൊക്കെ തന്നെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നിമിഷ നേരം കൊണ്ട് നിങ്ങൾക്ക് ആ വേദന പോകുന്നതായിട്ട് കാണാം. അപ്പോൾ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ കുറയ്ക്കാൻ പറ്റും. ചെറിയ വൂണ്ടൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് ഹീൽ ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് നമ്മൾ മുഖത്ത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാലും ഈ പിമ്പിൾസിൻ്റെയൊക്കെ ഭാഗമായിട്ട് ചില വൂണ്ടുകളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതൊക്കെ മാറിക്കിട്ടാൻ നല്ലതാണ്. ഇനിയിപ്പം കയ്യിൽ പെട്ടെന്ന് നമ്മൾ കിച്ചണിലൊക്കെ വർക്ക് ചെയ്യുന്ന സമയത്ത് ഒരു ബുദ്ധിമുട്ട്, ഒരു പൊള്ളൽ വന്നു എന്ന് കഴിഞ്ഞാൽ ആ പൊള്ളലിന് ആശ്വാസം പകരാനും ആ നീറ്റിലും ബുദ്ധിമുട്ടുകളും ഒക്കെ കുമിള പൊങ്ങി വരുന്നതൊന്നും ഇല്ലാതെ പെട്ടെന്ന് അത് മാറ്റാൻ വേണ്ടിയിട്ട് അലോവേര, ഫ്രഷ് അലോവേര ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്തിടാവുന്നതാണ്. വാതപിത്ത കൃമിഹരം കുമാരി കുസുമം ഗുരു എന്ന് പറയുന്നതും ഇത് ചില വാതപിത്ത ദോഷങ്ങളെ നമുക്കറിയാതെ നല്ലൊരു കൂളൻ്റ് ആണ് എന്നുള്ളത്. അപ്പം നമുക്കിത് ബോഡിയിലേക്ക് എടുക്കുന്നത് കൊണ്ട് ബോഡി ഹീറ്റിനെ കുറയ്ക്കുന്നു എന്നുള്ളതും, ഇതുപോലെ തന്നെ വയറ് സംബന്ധമായിട്ട് കൃമി പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലോ വയറിൽ ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകളും ഡൈജസ്റ്റീവ് ഇഷ്യൂസും ഒക്കെ മാറ്റാൻ വേണ്ടിയിട്ട് വളരെ ഗുണകരമായിട്ട് കണ്ടിട്ടുണ്ട് ഉള്ളിലേക്ക് എടുക്കുന്നത്. അപ്പം പ്രത്യേകം നിങ്ങളുടെ ഡോക്ടറിൻ്റെ കൺസൾട്ടേഷനിൽ മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ കേട്ടോ. കാരണം ഓരോരുത്തരുടെ ശരീരപ്രകൃതിയും ആരോഗ്യസ്ഥിതിയും ഒക്കെ തന്നെ വ്യത്യസ്തമാണ്. അതുകൊണ്ട് പിന്നെ ഞാൻ പറഞ്ഞതുപോലെ ദിവസവും രാവിലെ വെറും വയറിൽ കുടിക്കുന്നത് ഇത് അത്ര നല്ലതല്ല. ചർമ്മത്തിൻ്റെ ഈർപ്പവും pH ഒക്കെ തന്നെ നിലനിർത്താൻ ഇതിൽ വളരെ സഹായകരമാണ്. വൈറ്റമിൻ സിയും ഇയും ഒക്കെ ഉള്ളത് കൊണ്ട് ആ ചർമ്മം വളരെ യങ് ആയിട്ടും നല്ല മൃദുത്വത്തോടു കൂടിയും അതുപോലെ ഈ പറഞ്ഞ പോലെ ഡ്രൈ ഐസ്, ഡ്രൈ സ്കിന്നൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റാനും വളരെ ഭംഗിയോടെ നിലനിർത്താനും ഹെൽത്തി ആയിട്ട് നിലനിർത്താനും ഒക്കെ സഹായിക്കുന്നത് കൂടിയാണ് അലോവേര. പിന്നെ നമുക്ക് ഈസിലി അവൈലബിൾ ആണ്, പെട്ടെന്ന് നമ്മുടെ വീട്ടിൽ വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു ഔഷധമാണ്. അതുപോലെ തന്നെ ഇതുപോലുള്ള ചില ആരോഗ്യ പ്രശ്നങ്ങൾക്ക് നമുക്കിതിനെ ഉപയോഗപ്പെടുത്താൻ പറ്റും. ഇനി പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഇത് ഫേസിലേക്ക് ആണെങ്കിൽ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ പോലും കോണ്ടാക്ട് ഡെർമറ്റൈറ്റിസ് നമ്മളത് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ചിലർക്ക്
ഇത് ഇഷ്യൂസ് ഉണ്ടാക്കാറുണ്ട് കേട്ടോ. അത് മറ്റൊന്നുമല്ല, ഇതിൻ്റെ തൊലിയോട് കൂടിയിട്ട് ഉപയോഗിക്കുമ്പോഴോ ഇതിൻ്റെ കറ പറ്റുന്ന സമയത്തോ ഒക്കെയാണ് ഈ പ്രശ്നം സാധാരണ കാണപ്പെടാറില്ല. പിന്നെ എന്ത് തൊട്ടാലും ബുദ്ധിമുട്ടുണ്ടാവുന്ന ചില സെൻസിറ്റീവ് സ്കിൻ ഉണ്ട്. അങ്ങനെയുള്ളവർ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെന്ന് തോന്നുകയാണെങ്കിൽ ഉപയോഗിക്കേണ്ടതില്ല. പക്ഷേ ഭൂരിഭാഗം ആളുകൾക്കും സ്കിൻ ഫ്രണ്ട്ലി ആയിട്ടുള്ളതും വളരെ റിസൾട്ട് തരുന്നതുമായിട്ടുള്ളത് ഈ ഒരു കറ്റാർവാഴ തന്നെയാണ്. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾ ഉപയോഗിക്കുന്നവരായിരിക്കും എങ്കിലും ഇത്രയൊക്കെ ഗുണങ്ങൾ അറിഞ്ഞതിന് ശേഷം അത് ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ തന്നെ നമ്മുടെ മുടി നല്ല സ്മൂത്തായിട്ടും ആ താരനൊക്കെ മാറ്റി നല്ല ഹെൽത്തി ആയിട്ട് വളർത്താനും കൂടെ സഹായിക്കുന്നതാണ്. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇതിന് മുൻപും നമ്മൾ അലോവേര ഉപയോഗിച്ചിട്ടുള്ള ചില ക്രീമുകളായാലും ഹെയർ പാക്കുകളായാലും ഒക്കെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇവിടെ സൂചിപ്പിച്ചിട്ടില്ല. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, കാണാൻ മറക്കരുതേ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ നല്ലൊരു വിഷയവുമായിട്ട് വീണ്ടും കണ്ടുമുട്ടാം. നന്ദി.